ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങള് ഒരു തോക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങള് ചക്കുപ്പിക്ക് ഒരു തോക്ക് മേടിച്ചായിരുന്നു ഓൾറെഡി. ആ തോക്കാണെങ്കിൽ ഭയങ്കര കട്ടി. അപ്പം ഞാനും കൊണ്ടൊരു തോക്ക് മേടിച്ചിട്ട് ഞങ്ങളവിടെ ചുമ്മാ ഇങ്ങനെ വെടിവെച്ച് കളിക്കാന്ന് വെച്ചു. ചക്കുവിന് വീട്ടിൽ ഇരുന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചക്കുവിന് ആ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളോട് തുറന്നും കൂടെ മേടിച്ചോണ്ടൊരാണ്. അപ്പൊ നമ്മുടെ അമ്മൂസ് ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ഏതാ കടയിൽ സാധനം മേടിക്കാൻ പോയിക്കാണ്. ഇപ്പൊ വരുമായിരിക്കും. വന്നില്ല ഞാനും ചക്കുപ്പി ഇന്ന് ഇവിടെ ഇന്ന് നനയും. ഭയങ്കര മഴക്കോളാ കണ്ടോ. നീ സൈലോട്ട് മാറിയെന്നേ. വണ്ടി വരുന്നേ കുപ്പി മാറിക്കണം. അമ്മൂസ് വരുന്നുണ്ട് കേസ്. അമ്മൂസ് അല്ലടാ വരുന്നേ. അമ്മൂസാണ് കേസ് വരുന്നത്. നോക്ക് 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 നോക്ക്, അമ്മൂസ് വരുന്നുണ്ട്. അമ്മൂസ് വരുന്നുണ്ട് കേസ്. ഭാഗ്യം മഴ നനയേണ്ടി വന്നില്ല, അതുകൊണ്ട് ഭയങ്കര മഴക്കോളാ വരുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ആ കടയിൽ പോയിട്ടൊരു തോക്ക് മേടിച്ചോണ്ട് വരാം. എന്നിട്ട് മറ്റേ ഈ സ്പോഞ്ച് വെച്ചിട്ട് മറ്റേ ബുള്ളറ്റുള്ള സാധനം അല്ലേ, നമുക്ക് ആ തോക്ക് മേടിച്ചോണ്ട് വരാം. ചക്കുവിന് മുടിയൊക്കെ വെട്ടിയുണ്ടോ? ഞങ്ങൾ ആ മുടി വെട്ടിയിട്ട് വീട്ടിൽ പോയില്ല, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ചക്കുപ്പിയ വണ്ടി വരും ഇങ്ങനെ. ചക്കുവിന് അടുത്ത തോക്ക് മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ അവനെ ഓൾറെഡി 3-4 ഉണ്ട്. ചക്കുപ്പി വണ്ടി വരും, പട്ടിയുണ്ട്. പോ അമ്മ, ഇതിലേ പാ എടി, ഇതിലേ പാ. അമ്മ തിരിച്ചു പാടി, നോക്കി തിരിച്ച് ഇതിലേ പാ, ഇതിലേ പാ. അപ്പോ വണ്ടി വരുന്നു. ഇവിടെ പണ്ട് അമ്മൂസിനെ ഡ്രൈവിങ് പഠിപ്പിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ ഇതിലേക്ക് കയറി വന്നത്. കുറേ നാളായി ഇതിലേക്ക് വന്നിട്ട്. അപ്പോൾ ഈ ലേക്കിലേക്ക് ഇപ്പം ഇഷ്ടം പോലെ വെള്ളമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് കാണിക്കാം. നേരത്തെ വരണ്ട് കിടക്കുമ്പോഴല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇല്ല, നമുക്ക് നാളെ വന്ന് കാണാം. ഇപ്പം നിന്റെ വണ്ടി എടുത്തുകൊണ്ട് വരാം നാളെ വരുവാണെങ്കിൽ. ഇല്ലില്ല, ബാ 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 ബാ, സമയമില്ല. അല്ലേ ഇത് തോക്ക് തോക്ക് മേടിക്കാൻ പറ്റത്തില്ല, കയറിക്കോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പെട്ടെന്ന് പോയി തോക്ക് മേടിച്ചോണ്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങള് തോക്ക് വാങ്ങിക്കാൻ പോവാണ്. ഇവിടെ 2 കുഞ്ഞുങ്ങൾക്ക് തോക്ക് ഉണ്ടെന്ന്. കുഞ്ഞിനേക്കാളും കഷ്ടമാണ് ഗൈസ് വലിയ ആടെ കാര്യം. ചക്കൂന് ഇന്നാളൊരു തോക്ക് വാങ്ങിച്ചാണ്. അത് കണ്ടപ്പോ ഇപ്പൊ മുത്തിന് തോക്ക് വേണം. ഗൈസ് ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ. ഇവിടെ റോഡ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. റോഡ് പണിത് കഴിഞ്ഞപ്പം അപ്പൊ തൊട്ട് ഭയങ്കര പൊടിയാണ്, കുത്തി പൊളിഞ്ഞു കിടക്കുമായിരുന്നു ഇവിടെ എല്ലാം. ഇത് 2 സൈഡിലും കുറെ വണ്ടിയുടെ ഒക്കെ റിപ്പയറിങ്ങിന്റെ കടയും. പിന്നെ ഇവിടാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സർവീസ് സെന്റർ. ഇതാണ്, ഇവിടാണ് ഞങ്ങൾ വണ്ടി സർവീസിന് കൊണ്ടുവരുന്നത്, കാറ്. ഇവിടെ വർക്ക്ഷോപ്പും അതും ഇതും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഫുൾ വണ്ടികളുടെ സംഭവങ്ങളാണ്. പിന്നെ ഇവിടുന്ന് ഏതോ ഈ സുഗമ എന്ന് പറഞ്ഞ ബസ് ഇവിടുന്നാണ് അവര് ഇങ്ങനെ ഓരോ സർവീസ് നടത്തുന്നത്. നോക്കണ്ട, അവിടെ ഫുള്ള് ബസ് സ്റ്റേഷനാണ്. ഈ ടൂറിസ്റ്റ് ബസ് ഇല്ലേ, വേറെ സ്ഥലത്തോട്ടൊക്കെ പോകത്തില്ലേ. നമ്മള് മെയിൻ റോഡിൽ ഇറങ്ങി കഴിച്ചിട്ട് ഈ കാണുന്നതാണ് ഡിമാർട്ട്. ഇതാണ് ഡിമാർട്ട്. ഇവിടാണ് ഞങ്ങൾ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് 2 വീലർ പാർക്കിംഗ് ആണ്. കണ്ടോ, ഇവിടെ ഫുൾ 2 വീലർ പാർക്കിംഗ് ആണ്. ഇവിടാണ് നമ്മള് വണ്ടി വെച്ചിട്ട് പോകുന്നത്. കാറിന്റെ പാർക്കിംഗ് താഴെയാണേ. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമ്മുടെ എൻഡോർക്കിനെ ഇവിടെ വെച്ചിട്ട് പോകാം. ഇവിടാണ് വെക്കുന്നത്. അങ്ങ് ഏറ്റത്തോണ്ട് വെച്ചാ പോരെ. നമ്മ അത്രയും കുറച്ച് നടന്നാ മതിയല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് കൊറേ നേരം തപ്പിട്ട് ഇവിടത്തെ എല്ലാ ടോയും തീർന്നിരിക്കുന്നു. കൊറേ നേരം തപ്പി ഞങ്ങൾക്കാണെങ്കിൽ ഒരു തോക്ക് കിട്ടി ഗൈസ്. ഇവിടെ കുറെ ടോയ്കൾ ഉണ്ടായിരുന്നേ, എല്ലാം തീർന്നു. ഇപ്പൊ ചക്ക ഇരിക്കുന്ന കണ്ടോ ഗൈസ്. ഇവിടെ വന്നു കഴിയുമ്പോ ചക്കൂനെ ഞങ്ങൾ ഇത് കൂട്ട് ട്രോളെ കയറ്റിയിരുത്തും, അല്ലെങ്കിൽ അവന്റെ കൈ അടങ്ങിയിരിക്കത്തില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടോ.
ഇപ്പൊ തന്നെ കണ്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തോക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ഭയങ്കര പൊരിഞ്ഞ മഴയാണ് ഗൈസ്. അങ്ങനെ മഴ ഇല്ലാതാണ് ഞങ്ങൾ വീട്ടിൽ വന്നു. റെയിൻകോട്ട് ഉണ്ട്, അതൊന്നും നനഞ്ഞില്ല കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ മഴയത്ത് എറിഞ്ഞിക്കൊണ്ട് ഭയങ്കര കൊടൂര മഴയായിരുന്നു. റോഡ് ഫുള്ള് ചള്ളയും വെള്ളവും. ഞങ്ങളെ കാലൊക്കെ നനഞ്ഞു, പക്ഷെ ഉടുപ്പ് മാത്രം നനഞ്ഞില്ല. അപ്പോൾ നമ്മൾ തോക്കൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ചക്കുപ്പിക്ക് കണ്ട ആ സെയിം തോക്കുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ചക്കുവിന് വേണ്ടി വാങ്ങിച്ച തോക്ക. അത് കണ്ടപ്പോ തൊട്ട് ഇവിടുത്തെ ഒരു കുഞ്ഞു കൊച്ചിനാണെങ്കിൽ തോക്ക് വേണമെന്ന് പറഞ്ഞ് ചക്കുപ്പി തന്നെ കളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കളിക്കണമെങ്കിൽ അത് തന്നെ വെച്ച് കളിക്കും. അത് വാങ്ങിച്ചപ്പോ തൊട്ട് എന്നോട് എനിക്കൊരെണ്ണം വാങ്ങിച്ചേരാമെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഈ സാധനം നമ്മൾ കണ്ടില്ല. നമ്മൾ പൊട്ടാസും മറ്റേ ഈ ഉണ്ട ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുന്ന സാധനമില്ലേ, ആ ഉണ്ട അതങ്ങ് തെറിച്ച് കഴിയുമ്പോൾ പിന്നെ കളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ വലിയ ദൂരത്തിലങ്ങ് പോകത്തില്ല, കൊച്ചുകൂടെ കളിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ ഇരുന്ന് കളിക്കാന്ന് വെച്ചിട്ട് അപ്പൊ നീ പോവാണോ? ഓ, അവൻ ഇനി അവന്റെ തോക്ക് കാണിക്കാൻ വേണ്ടി കഴിച്ചാൽ അവൻ എടുത്തോണ്ട് വരട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിർത്താം. അയ്യോ, നിങ്ങൾ തോക്ക് കാണിച്ചില്ലല്ലേ? രണ്ട് ഇതാണ് നമ്മുടെ തോക്ക്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? ചക്കുവിന്റെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മേടിച്ച സാധനം ഇത്. പക്ഷേ ഇത് 3 വയസ്സിന്റെ സാധനമാണ് എഴുതിയേക്കുന്നത്. ഇതിന്റെ ഇത് വലിക്കാൻ ഭയങ്കര ടൈറ്റാ. അതെ, ഇത് ഭിത്തിയെ പോയി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതോടെ ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് താഴെ വീഴും. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ തോക്ക് ഗീവ് അവേ കൊടുത്താലോ? കഴിഞ്ഞ ദിവസം ലൈവില് വന്നിട്ട് കുറെ ആൾക്കാർ ഗീവ് അവേ തരുമോ ഗീവ് അവേ തരാമോ ചോദിച്ചു. നമുക്ക് ഈ തോക്ക് കൊടുത്താലോ? ഈ തോക്ക് ഞാൻ ഒരു കാര്യം ചെയ്യും. എന്നാൽ ഞങ്ങളുടെ വീഡിയോക്ക് ഒരു 2000 വ്യൂ, ഒരു 500 കമന്റെങ്കിലും, അല്ലെങ്കിൽ ഒരു 250 കമന്റെങ്കിലും വരുവാണെങ്കിൽ അതിനകത്തൊന്ന് ഒരാൾ കയറിയിട്ട് 100 കമന്റ് അടിക്കരുത്. ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മള് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിനകത്ത് വന്നിട്ട് മെസ്സേജ് അയക്കുക. അപ്പൊ ഞങ്ങൾ അതിന്റെ അഡ്രസ് മേടിച്ചിട്ട് ഈ സാധനം അയച്ചു തരാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഈ തോക്ക് ഓപ്പൺ ചെയ്താൽ കാണിക്കാം. ഓക്കെ, നടാ കണ്ടിച്ച് വെച്ചായിരുന്നു. അതൊരു പീസ് വെളി വന്നു. എന്റെ കൈ പണി കിട്ടിയോ? ഇത് കറക്കുന്ന എഴുതാ. ഇങ്ങോട്ട് മറ്റേ വിജയുടെ സിനിമയില്ലേ, എങ്ങനെയാണോ പൊളി. ഇത് നമ്മുടെ പണ്ട് നമ്മുടെ മണക്കിട്ടുന്ന ഇതിനകത്ത് നമ്മൾ പണ്ട് കുഞ്ഞിനെ ഇവിടെ കല്ലിട്ടിട്ട് പടക്കം ഒറ്റയടി നമ്മൾ മറ്റേ വാഴയിലൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന. എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് കല്ല് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കടിക്കായിരുന്നു. നോക്കട്ടെ, ഇത് ചക്കുവിന് സിമ്പിൾ ആവട്ടെ സാധനം. ഇത് കയറ്റി വെക്കുക. നോക്കട്ടെ, നീ തോന്നുന്നിടത്തോട്ടൊക്കെ അടിക്കാതെ. ഞാൻ ഇവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കല്ലേ. ഈ സാധനം ഇവിടെ കുത്തി കയറ്റി വെക്കുക. അങ്ങോട്ട് അടിക്കാം, കഥകയിലോട്ട്. കണ്ടോ? പക്ഷെ ഈ കഥകയിൽ ഇരിക്കുന്നില്ല. പക്ഷെ മറ്റേതിന് ഭയങ്കര പവർ കേട്ടോ. പക്ഷെ ഇത് കുഞ്ഞുള്ള ഇതാന്ന് തോന്നുന്നു 3 വയസ്സിന്റെ. അവർക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയെന്നാ തോന്നുന്നു. ഇവിടെ ഇതിപ്പോ രണ്ടും കൂടെ അടിയാവുമല്ലോ. ചക്കുവിന് പുതിയത് കണ്ടപ്പോ അവന് പഴയത് വേണ്ട. ഇവിടെ വീഴ് ചക്ക്. ചക്ക് ഇവിടെ വന്നിക്ക്. അപ്പൊ ഇതിന്റെ ഈ ബുള്ളറ്റ് മാത്രം വെച്ച് അടിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് നല്ല പവർ കിട്ടത്തുള്ളൂ. മറ്റേ ചക്കുവിനെ ഇന്നലെ മേടിച്ച് നോക്കില്ല, അതിന്റെ ബുള്ളറ്റ് വെച്ച് അടിക്കുവാണെങ്കിൽ അത്ര സ്പീഡിൽ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും വന്നിട്ട് കമന്റ് അടിക്കുക, നമ്മൾ അതിനകത്ത് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ വേണ്ടി നാളെ കാണാം. ബൈ.